എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കേരളീയരുടെ വികാരമാണ് മത്തി അല്ലേ? ഇപ്പോൾ മത്തിക്ക് ഭയങ്കര വിലയാണ്. പക്ഷെ നല്ല സൂപ്പർ മത്തിയാണ്, നാടൻ മത്തിയാണ് ഇപ്പോൾ കിട്ടുന്നത്. അതിനകത്ത് നിറയെ പരിഞ്ഞിലുമുണ്ട്. പക്ഷേ ഈ പരിഞ്ഞിൽ എന്ത് ചെയ്യണമെന്ന് ചിലർക്കെങ്കിലും അറിയാമായിരിക്കും, പക്ഷേ ചിലർക്കൊന്നും അറിഞ്ഞുകൂടാ. അപ്പം അറിയാത്തവർക്കായിട്ട് ഞാനൊരു റെസിപ്പി ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പോൾ അത് കാണുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ മത്തിയുടെ പരിഞ്ഞിൽ കൊണ്ട് നല്ലൊരു തോരൻ വയ്ക്കാം. അപ്പോൾ ആദ്യമായിട്ട് മത്തി കഴുകി വെട്ടി വൃത്തിയാക്കി അതിൻ്റെ പരിഞ്ഞിലും അത് കഴുകിയെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് തേങ്ങ, 2 പച്ചമുളക്, കുറച്ച് ചുവന്നുള്ളി, 2 വെളുത്തുള്ളി അല്ലി, ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില, അല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയെല്ലാം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ ഒരു അരകല്ലിൽ വെച്ച് ചതച്ചെടുക്കണേ. അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു കഷ്ണം ചുവന്നുള്ളി അരിഞ്ഞ് മൂപ്പിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് കറിവേപ്പിലയും ഇട്ട് വറ്റൽമുളകും ഇട്ട് നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കഴുകി വെച്ചിരിക്കുന്ന ഈ മത്തിയുടെ പരിഞ്ഞിലും ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നേരം ചെറുതീയിൽ വേവിച്ചെടുക്കണം. അതിനുശേഷം മൂടി തുറന്ന് ചിക്കി തോർത്തിയെടുത്താൽ നല്ല സൂപ്പർ പരിഞ്ഞിൽ തോരനായ നല്ല സൂപ്പറാണ്. അപ്പോൾ അറിയില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. മത്തിയുടെ പരിഞ്ഞിൽ കളയല്ലേ. അപ്പോൾ ബൈ.